ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടല്ലോ ഫ്രൈഡേ മിഡ് നൈറ്റ് ആണ് കേട്ടോ. അതിനൊരു റീസണും ഉണ്ട്, അതെ ഞാൻ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. രാത്രി 12 മണിയായല്ലോ. രാത്രി അല്ലല്ലേ, അടുത്ത ദിവസമായി. അപ്പൊ ഇന്ന് വന്നിട്ട് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നാളെ രാവിലെ റീസ്റ്റോക്കിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നാളെ ഒരു പണ്ടാറം പിടിച്ചൊരു ദിവസമാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പിള്ളേരുടെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ തിരക്കൊന്നും അല്ല കേട്ടോ. അപ്പൊ ഞാൻ കരുതി ഇന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന്. പക്ഷെ ഇതിന്റെ ഒരു ദുരുദ്ദേശമുണ്ട്. രാത്രി ആയപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു മിൽക്കി ബാർ കഴിക്കാൻ. അപ്പൊ ഞാൻ കരുതി അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ആവുമല്ലോ, കഴിക്കാൻ തോന്നുന്നു കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. അത് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. കുറച്ച് മതിയല്ലോ, ഇവിടെ പിള്ളേർക്ക് അത്ര വലിയ കാര്യമല്ല. ഇതൊക്കെ എന്നെ ഇവിടെ വിളിക്കുന്നത് വേറെ പേരൊക്കെയാണ്, ഇങ്ങനെ പച്ചക്കറിയും കഴിക്കുന്നുണ്ട്. ചീര അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അപ്പൊ നമ്മളിവിടെ വ്ളോഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഫ്രൈഡേ മിഡ് നൈറ്റ് അല്ലേ ഇത്? ഫ്രൈഡേ മിഡ് നൈറ്റ് ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് കേട്ടോ മിക്കവാറും ഡെലിവറി. ബിഗ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട്. പക്ഷെ ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഇത്ര അവസരങ്ങളിൽ ഇൻസ്റ്റന്റ് ഡെലിവറി കിട്ടും. കണ്ടില്ലേ പഴം, സൂപ്പർ ചെറിയ പഴം കാര്യങ്ങളൊക്കെ. ഇത് കാണിക്കാനൊന്നുമില്ല. അപ്പൊ ഇതാണ് ഈ ആഴ്ചത്തെ എൻ്റെ വെജിറ്റബിൾ ഗ്രോസറി. പാല് ഇനി വേണ്ടി വരും കേട്ടോ. എത്ര വന്നാലും ഒരു 2 പാക്കറ്റ് കൂടെ പാല് വേണ്ടി വരും. പക്ഷെ പച്ചക്കറി, ബ്രെഡ് അതൊക്കെ ഇത് മതി. ഇത് നമ്മുടെ സെറുവിന്റെ. ഇത് പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം, ചെറിയൊരു പണ്ടത്തിന് എൻ്റെ കുഞ്ഞിപ്രായത്തിലുണ്ടായിരുന്ന ജാമാണ് കേട്ടോ, കിസാന്റെ ജാം. ഇപ്പോഴും വേറെ കുറെ ഇറങ്ങിയിട്ടില്ലേ, പക്ഷെ കിസാൻ ഈസ് ഓൾവേസ് എവർ ടൈം ഫേവറേറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ എന്തായാലും മിൽക്കി ബാർ ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ഈവയ്ക്ക്. അപ്പൊ ഇതാണ് ഈ ആഴ്ചത്തെ ഗ്രോസറി. നമ്മളുടെ ബീട്രൂട്ട് ഉണ്ട്, ബീൻസ് ഉണ്ട്, അച്ചിങ്ങ ഉണ്ട്, പിന്നെ ചീരയുണ്ട്, പിന്നെ പൊട്ടറ്റോ ഉണ്ട്, ചിക്കൻ ഇവർക്കുള്ളത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം മിഡ് നൈറ്റ് ക്രേംസ്. ഓക്കെ, ഹലോ. അപ്പൊ നമുക്ക് ഇന്ന് ഫാൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഇവരുടെ ടാസ്ക് ആണ്, പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാന്ന് കരുതി. സൺഡേ നൈറ്റ് ആണ് കേട്ടോ. സൺഡേ അല്ല, സാറ്റർഡേ അല്ലേ. അത് ഞാനിപ്പോ ഇതിപ്പോ ഓൺ വോയിസ് ആയിട്ട് പറയണ വേറെ ഒന്നും അല്ല, എന്റെ കർത്താവേ എല്ലാം എന്റെ പോലിരിക്കും. ഓൺ വോയിസ് ആയിട്ട് പറയണ വേറെ ഒന്നും കൊണ്ടിട്ടല്ല. എന്നോട് ഈ ഫാനിന്റെ കാര്യങ്ങൾ 2-3 പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂറിന്റെ വീഡിയോന്റെ സമയത്ത്. ഈ ഫാൻ ഇത് ആറ്റംബർഗ് ആണ് കേട്ടോ. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നില്ല, സോളാർ ഇല്ലാത്ത സമയത്തും ഈ ഫാൻ നമ്മൾ വാങ്ങിച്ച് അതുകൊണ്ടിട്ടായിരുന്നു. സോളാർ വെക്കുന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നല്ലോ. കറണ്ട് ബില്ല് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ ടൈം കറക്കമാണിത്, പ്രത്യേകിച്ച് ഈ റൂമിലാണ്. പിള്ളേരെ കോഫിയിൽ കുറവാണ്, പക്ഷെ അവര് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആറ്റംബർഗിന്റെ ആണ്. മോഡൽ എനിക്ക് അറിയത്തില്ല, ഏത് മോഡലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇത് ഓൺലൈൻ ആണ് കേട്ടോ. നമ്മളുടെ സാമിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഞങ്ങൾക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ന ആൾക്കാർ, ഹസ്ബൻഡ് ഇത്ര എമൗണ്ട്, വൈഫ് ഇത്ര എമൗണ്ട്, അങ്ങനെ ഇടണം. പക്ഷെ ആ എമൗണ്ട് ആരുടെയാണെന്ന് മാത്രം ചോദിക്കരുത്. കഥയിൽ കൂടുതൽ എന്നോട് സ്റ്റോറീസ് മാത്രം ചോദിക്കരുത്. സാമിന്റെ തന്നെ എമൗണ്ട്, സാം എനിക്ക് പോക്കറ്റ് മണിയൊക്കെ തന്നത് ഞാൻ എടുത്തു വെക്കും, എന്നിട്ട് ആവശ്യ സമയത്ത് ഞാൻ കൊടുക്കും. അത് എന്റെ കാശാണെന്ന് എനിക്ക് ഭയങ്കര ധാരണയുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഈ ആറ്റംബർഗ് വാങ്ങിച്ചത് സാം ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഭയങ്കരമായിട്ട് തല്ലുപിടിച്ചത് വാങ്ങുന്ന സമയത്ത്. കാരണം എനിക്ക് ഓൺലൈൻ പർച്ചേസിങ് പൊതുവെ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഹോം അപ്ലയൻസസ്. പക്ഷേ ഞങ്ങളിത് ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പറയാം. പക്ഷെ റേറ്റിനേക്കാൾ ഉപരി ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളിതെല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനൊന്ന് ഭയങ്കരമായിട്ട് കളിയാക്കി ആ സമയത്തൊക്കെ. സാമിന്റെ സാധാരണ ഫാൻ പോയത്, സാധാരണ ഫാൻ ആണെങ്കിൽ ഒരു 1600-1500 കിട്ടും എന്നൊക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇത് ആ റേറ്റ് ആണെന്നുണ്ടെങ്കിലും കറണ്ട് ബില്ലിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർക്കിംഗ് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളിവിടെ മാറിയിട്ട് ഏകദേശം 3 വർഷമൊക്കെ ആയില്ലേ വില്ലയിലോട്ട്. ഇതുവരെ അങ്ങനെ അതിന്റെ പണി, അതിന്റെ വർക്കിംഗ് നിലച്ചിട്ടില്ല. നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ വാങ്ങുക കേട്ടോ. ആറ്റംബർഗ് വാങ്ങുന്നത് പേടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ എടുത്തോളൂ. ആറ്റംബർഗ് കുഴപ്പമില്ല. BLDCയുടെ മറ്റു കമ്പനീസിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കിച്ചണിൽ അധികം പൊടിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയാട്ടോ ലാഡറിൽ കയറുന്നത്. എനിക്കൊരു സപ്പോർട്ട് കൊടുക്കണം. എന്നാലും കുഴപ്പമില്ല, ചെയ്തു. ഇവയാണ് ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റേഷൻ ചെയ്യണില്ല. ഇവയാണ് ഇതിൻ്റെയൊക്കെ ആള്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകും. ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. കണ്ടില്ലേ സംഭവം ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടോ. ഇതിന്റെ ഒരു വുഡൻ, അതാണ് ഞാൻ ഓൺ വോയിസിൽ വന്നത്. വുഡൻ കളർ ഉണ്ട് ആമസോണിൽ, വുഡൻ കോമ്പിനേഷൻ ഉണ്ട്. അത് നല്ല രസമാണോ കാണാൻ. പക്ഷെ ഞങ്ങൾ ഈ വില്ലേക്ക് ഇങ്ങനത്തെ ഒരു കളർ തീമാണ് വിചാരിച്ചത്. അപ്പം ഇത് തന്നെ കൊടുക്കാമെന്ന് കരുതി. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും BLDC ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം.
കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ ടെക്നോളജീസ് ഇപ്പൊ വേറെ ടെക്നോളജി ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പം സോളാറൊക്കെ ഉള്ളത്, ഇപ്പൊ ഞാനിപ്പോ സോളാർ മുന്നേ വെക്കുന്ന അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സോളാർ വെച്ചത് കൊണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഗുണം കിട്ടത്തില്ല. സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത്ര എമൗണ്ട് നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ സോളാർ നഷ്ടമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഇത്തരം പണിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ്. അപ്പം ഞാൻ 2 ചപ്പാത്തിയാണ് കഴിക്കുന്നത്. കുട്ടികൾക്ക് ചിക്കനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറി വേണ്ടായോ. അപ്പം ഞാൻ കരുതി നമുക്ക് പരിപ്പ്, അതായത് പരിപ്പ് തോയ ഉണ്ടാക്കാമെന്ന് കരുതി. ഇതൊരു ഗൊങ്ങിണി സ്റ്റൈൽ റെസിപ്പി ആട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതൊരു മാസ്റ്റർ പീസ് ആയിരുന്നു. നമ്മളുടെ പൂരിയുടെ കൂടെയും ഇത് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചപ്പാത്തിയുടെ കൂടെയാണ് കുറച്ചും കൂടി കോമ്പിനേഷൻ കൂടുതലായിട്ട് വരുന്നത്. നല്ല രീതിയിൽ പരിപ്പ് കഴുകുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ 2 വിസിൽ കേൾപ്പിക്കുക. ഞാനിവിടെ മസൂർദാലാണ് എടുത്തിരിക്കുന്നത്. അത് പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് നോർമലായിട്ടുള്ള പരിപ്പാണെന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ മതി കേട്ടോ. സംഭവം വൺസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡിക്ഷൻ ആയിപ്പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സാമിന് വലിയ കാര്യമല്ല. സാമിന് ഈ പറഞ്ഞ പോലെ ഇത്തിരി എന്താ പറയുക മുളകും കാര്യങ്ങളൊക്കെ ഇടണം. ഞങ്ങൾക്ക് അത്ര സ്പൈസി ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് ഈ സംഭവം ഇഷ്ടമാണ്. ഇങ്ങനത്തെ സ്റ്റൈലിൽ പരിപ്പ് വെക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ പരിപ്പ് അവിടെ ഇരുന്ന് ആകട്ടെ. അപ്പോഴേക്കും നമുക്ക് എത്ര വന്നാലും രാത്രിയിലത്തെ നമ്മുടെ നെയാഫൈൻ സെറവും അതേപോലെ ഹൈഡ്രോ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് എണ്ണ തേച്ചിട്ടുള്ള കുളിയായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഈ തലേന്ന് എണ്ണ പോയിട്ടില്ല. തലമുടി ഇരിക്കുന്നുണ്ടോ, ചപ്പി വെച്ചോലെ ഇരിക്കുന്നല്ലേ, അത് കഴുത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം എണ്ണ തേച്ചുള്ള കുളി നല്ലതാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് എണ്ണ പോയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതൊരുമാതിരി ഇരിക്കും തലമുടി. കാരണം തലമുടി കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടിട്ടേ നല്ല രീതിയിൽ തലയുടെ തലയോട്ടിയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലിരിക്കും. അതാണ് ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയണത്. അറിയത്തില്ല, എണ്ണ എന്തായാലും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കോൾഡൊന്നും അടിക്കാതിരുന്നാൽ മതി. അപ്പോൾ സംഭവം അപ്പം നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള നമ്മളുടെ കാലിൽ കുറച്ച് ക്രീം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാലിലെ കറുത്ത പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടും മെഴഞ്ഞിട്ടുള്ള പാടാണ്, കുഴപ്പമൊന്നുമില്ല. അതിൽ നമ്മളത് പതിയെ അതിപ്പിഞ്ഞി പക്ഷെ അത് പാട് മാറി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത നേർച്ചയ്ക്കുള്ള സമയമാകും. അപ്പോൾ എന്താണെങ്കിലും അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ അവസ്ഥ കണ്ടില്ലേ. ഈ കുക്കർ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പണിയായിരുന്നു. നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ പോയ നേരം കൊണ്ട് ഇതാണ് ഈ കുക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെനക്കെട്ട കുക്കറാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് എൻ്റെ പണി. വൃത്തിയാകട്ടെ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ പരിപ്പ് തോയത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും അതേപോലെ തന്നെ കുറച്ച് നെയ്യും മാത്രമേ ഇനിയിപ്പം എനിക്ക് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പച്ചമുളക് ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ വറ്റൽമുളക് ഇടുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം. ഇഞ്ചി ചതച്ചിടുന്നവരുണ്ട്. അപ്പോൾ ഈ ഗ്യാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ അങ്ങനെ ഇപ്പം എനിക്കും കുഞ്ഞിനും അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആകെ കൂടെ ചുവന്നുള്ളിയും അതേപോലെ തന്നെ നമ്മളുടെ ഗീയും മാത്രമേ ഇടുന്നുള്ളൂ. നെയ്യ് ഇടുക കേട്ടോ. നെയ്യിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ സെറുക്കുട്ടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിക്കുവാണ്, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ അവസാന പടിപ്പുരയിലേക്ക് പോവാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക്, ചൂടായി വന്ന ചട്ടിയിലേക്ക് നമ്മുടെ ഗീ ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് ഇട്ട്. ഇവിടെ ഗീയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് ഞാനല്പം ക്വാണ്ടിറ്റി കൂട്ടി തന്നെയാണ് ഇടുന്നത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗീയുടെ ആണ് കേട്ടോ. ഗീ എപ്പോഴും നല്ലതാണല്ലോ, അത് മോശമൊന്നും അല്ലല്ലോ. ബട്ടറും ഗീയും നല്ലതാണ് കേട്ടോ. ചീസ് മാത്രം എനിക്ക് തോന്നുന്നു ഒന്ന് നോക്കിയും കണ്ടും കഴിക്കുക, അങ്ങനെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഞാനിവിടെ ചീസും കഴിക്കും, ബട്ടറും കഴിക്കും, ഗീയും കഴിക്കും, എല്ലാം എനിക്കിഷ്ടമാണ്. ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ, ഈ നമ്മളുടെ ഈ നെയ്യിലേക്ക് അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോൾ ആ മണം ഉണ്ടല്ലോ, ആ അട്ടിപ്പനായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മളുടെ ആ ഒരു വയറ്റി വെച്ച മിക്സ്ചർ വന്നിട്ട് നമ്മളുടെ ആ ഒരു പരിപ്പ് തോയത്തിലേക്ക് ഒഴിക്കുക. പരിപ്പ് തോയത്തിലേക്കല്ല, ആ കുക്കറിലേക്ക് ഒഴിക്കുക. എന്തായാലും എത്ര എളുപ്പത്തിൽ നമ്മൾ പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിപ്പോ നാളെ രാവിലെ ചപ്പാത്തിയാണ്. അപ്പൊ ചപ്പാത്തിക്ക് ഉഗ്രനായിരിക്കത്തുള്ളൂ. എനിക്കിത് രാഗിക്കുട്ടിന് എല്ലാത്തിനും ഇഷ്ടമാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. പിന്നെ നെയ്യ് താല്പര്യം ഇല്ലാത്തവര് നിങ്ങൾ വേണമെങ്കിൽ അതായത് കുക്കിംഗ് ഓയിൽ ഉണ്ടാക്കിക്കോളൂ. പക്ഷെ നെയ്യിലിടുമ്പോൾ ആ സ്വാദം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? ഇഷ്ടമല്ലേ? ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെറയ്ക്ക് താല്പര്യമല്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ സെറയെ ഞാൻ എങ്ങനെയെങ്കിലും ചോറിലെങ്കിലും മിക്സ് ചെയ്ത് ഞാൻ കഴിപ്പിക്കും. അത്ര നല്ലൊരു ഐറ്റം ആണിത്. കൂടുതൽ മസാലകളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ കൂടുതൽ ലാഗ് ചെയ്യുന്നില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും നമ്മളുടെ ഫാമിലിയിൽ ഓൾറെഡി ഉള്ളവർക്കും ഒരുപാട് താങ്ക്സ് പറയണ്ടല്ലോ. അത് നമുക്ക് കൂടുതൽ നമ്മുടെ എന്താ പറയാ ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല.
അപ്പം എന്താ പറയണത്, വളരെ നന്ദിയുണ്ട്. അപ്പൊ ഹൈപ്പ് ചെയ്യണം വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ യുവർ ലവ്, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്, താങ്ക്സ് ഫോർ യുവർ കമന്റ്. ബൈ ബൈ.